ഡോക്ടർ ഐഷ എന്ന് പറയുന്ന ഒരു സഹോദരി അവരുടെ മകളുമായി അവരുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾക്ക് നീതി തേടി രംഗത്ത് വരുമ്പോൾ അതിനെ പല രീതിയിൽ വ്യാഖ്യാനിച്ച് അതിൽ ഒരുമ്പിട്ടതും അല്ലാതെയുമൊക്കെ ആക്കുന്നത് വലിയ രസകരമായ കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ജയശങ്കർ വക്കീലുമായി ഒരു കാര്യം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, വലിയ ഒരു പണ്ഡിതൻ, അദ്ദേഹം പേര് പറഞ്ഞില്ല, അത് കക്ഷിയും വക്കീലും തമ്മിലുള്ള ബന്ധമായതുകൊണ്ട് ഞാൻ ചോദിച്ചതുമില്ല, വലിയ ഒരു പണ്ഡിതൻ, സുന്നി വിഭാഗത്തിലെ പണ്ഡിതനാണ്, അദ്ദേഹത്തിൻ്റെ മകളെ വിവാഹം കഴിച്ചത് അതിനേക്കാൾ വലിയൊരു പണ്ഡിതൻ്റെ മകൻ, അദ്ദേഹവും പണ്ഡിതൻ, മൂന്നും പണ്ഡിതന്മാരാണ്. പക്ഷേ ആ കെട്ടിയ പെൺകുട്ടിയോട് ഇതുപോലെ തന്നെ ഈ പ്രവർത്തിച്ച് പലതുമൊക്കെ കാണിക്കുമ്പോഴാണ് ഈ പണ്ഡിതന്മാരുടെ കുണ്ഠിതം പുറത്തു വരുന്നത്. അവനവൻ്റെ മക്കൾക്ക് സംഭവിക്കണം, അവനവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് ഇത് സംഭവിക്കുമ്പോഴാണ് ഇതിലെ ഈ സുന്നത്തും ശരിയത്തും ഒക്കെ ഓരോ ന്യായം പറഞ്ഞ് അതിൻ്റെ വഴിക്ക് പോകുന്നത്. ഏതെങ്കിലും ഒരു സംഗതിക്ക് ഇപ്പോൾ നമ്മൾ ഹോട്ടലുകളിൽ ഒരു എമർജൻസി വാതിൽ എന്ന് പറഞ്ഞൊരു വാതിൽ കാണും, അതിട്ടിരിക്കുന്നത് ഒരു എമർജൻസി സിറ്റുവേഷനിൽ എസ്കേപ്പ് ചെയ്യാനാണ്. അതുകൊണ്ട് എല്ലാ ആളുകളും എമർജൻസി വാതിലിലൂടെ പോകത്തോളെന്ന് പറഞ്ഞതുപോലെ ഒരു മതത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു ചെറിയ പഴുതിലൂടെ എല്ലാവരും അതിൻ്റെ ഒരു കച്ചവടമായിട്ട് രാവിലെ മുതലങ്ങ് നടന്നാലുള്ള സ്ഥിതിയെന്ന് ആലോചിച്ച് നോക്കി, എന്ത് രസമായിരിക്കും. പിന്നെ കെട്ടി 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 കോടതിക്കും ജോലിയായിരിക്കും, എല്ലാവർക്കും ജോലിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിനോട് ഇഷ്ടമുള്ള മഹാപണ്ഡിതന്മാരൊക്കെ സ്വന്തം മക്കളെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ ആ വിവാഹ വേളയിൽ തന്നെ പറയണം, ഇത് കഴിച്ചു കൊടുക്കുന്നതിനോടൊപ്പം അവന് 3 പേരെയും കൂടെ കെട്ടാനുള്ള അവകാശം കൂടി ഞാൻ ഇതിനാൽ നൽകിക്കൊള്ളുന്നു എന്ന് പറയണം. അതിനാർക്കും ധൈര്യം ഉണ്ടാവില്ല. ഞാനിപ്പോൾ ഇത് പറയാനല്ല വന്നത്, ഒരു അമ്മാവൻ കാഴ്ച കാണിക്കാനാണ് വന്നത്. നമ്മൾ മാന്യമല്ലാത്ത അതെ, തീർച്ചയായിട്ടും നിങ്ങൾ പ്രൂഫ് എടുക്കേണ്ട കാര്യങ്ങളല്ലേ പറയുന്നത്. വീഡിയോക്ക് പ്രൂഫ് എടുക്കാണ്ട് ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? നിങ്ങളുടെ വഴി തൊടുന്നില്ല അല്ല, നിങ്ങൾ ഇങ്ങനെ എത്ര സംസാരിക്കേണ്ട കാര്യമല്ല. ഞാൻ എന്താ ചെയ്യുന്നത്? എന്താ ചെയ്തത്? നിങ്ങൾ തന്നെ പറയും, നിങ്ങൾ തന്നെ പറയും. അതേലോ എന്റെ വാപ്പാടെ കുടുംബത്തിൽ ഞങ്ങൾക്ക് നാട്ടിക്ക് വന്നല്ലേ ഇല്ല. ഈ എന്റെ കുടുംബത്തിൽ കുളങ്ങത്തെ തറവാട്ടിന്റെ പുറത്ത് ഒരു പെട്ട പെണ്ണായിട്ടില്ല. അതായത് എനിക്ക് വേണ്ടി സംസാരിക്കുന്ന അല്ല, എനിക്ക് വേണ്ടി സംസാരിക്കുന്ന എന്റെ മകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഞാൻ ഉരുമ്പെട്ടവളല്ലേ? ആയിക്കോട്ടെ, ഒരുപാട് കോടതിയിൽ നടക്കണ്ടോ റൈറ്റ്സ് നോക്ക്, നിയമത്തിന് വശക്ക് പോട്ടെ. നിയമം എന്താ വിധിക്കണേ അത് കൊടുക്കണം. ഇത് വന്നിട്ട് നിയമം പറഞ്ഞ വെയിറ്റ് ചെയ്തില്ല, അതിനെ വന്നിട്ട് വന്നിട്ട് ഓരോ കാണിക്കണം. ഇങ്ങനത്തെ കാരണം ഈ കാലത്ത് 15-10 വർഷം വന്നിട്ട് കേരള താമസിക്കാത്ത ഒരാള് ഈ നാട്ടിലൊക്കെ അറിയാം. ഈ കല്യാണം ഇവിടെ ലവ് മാരേജ് ആണ്. ഒരു മാന്യമായ അന്വേഷിച്ച് കല്യാണം നടത്തുമ്പോ അതിലെ കെട്ടി പറഞ്ഞ് വീണ്ട കല്യാണം നടത്താണ്. ഈ ലവ് മാരേജ് എവിടെ നന്നായി പോയിട്ടുള്ളത്. നാട്ടിൽ തന്നെ എല്ലാവരും വെറുപ്പിച്ച് നടന്ന കല്യാണം നടന്നുപോയി. ഞാൻ സംസാരിക്കുന്നത് അപ്പൊ സംസാരിക്കാൻ സംഭവിച്ചു. അവർ തമ്മിൽ അടുപ്പുള്ള അപ്പൊ നല്ല നിലക്ക് സംസാരിക്കും. തെറ്റിയപ്പോ നമ്മളെ മാസമായി താമസിച്ചിട്ട് കുടുംബത്തിൽ കയറി വരാം. കുടുംബത്തിലില്ല. ഞാൻ എങ്ങോട്ടാ പോകേണ്ടത്? ഞാൻ പിന്നെ എങ്ങോട്ടാ പോകേണ്ടത്? നിന്റെ വീട് നീ സമൃദ്ധിണ്ടാക്കണം. നീ ഞാൻ എന്റെ ഭർത്താവിന്റെ ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടിലോട്ടല്ലാണ്ടെങ്കിൽ അല്ല, ഞാൻ ഡോക്ടറല്ല. ഞാൻ ഇവിടുത്തെ ഒരു സാധാരണ പെൺകുട്ടിയാണ്. ആണല്ലേ? എന്നിട്ടാണല്ലേ നിങ്ങൾ എന്നെ ഉരുമ്പെട്ടുകൊള്ളുന്നു? എങ്ങനെയോ പറ്റുക? ഈ വീട്ടിലെ ആൾക്കാർ കയറി പോകണം. അവിടെ കറണ്ട് ഫീസാ ആര് ഫീസ് കേട്ടത്? കറണ്ട് നിങ്ങൾ കട്ടാക്കില്ലേ? ഇൻവെർട്ടർ അവർ ഓഫ് ആക്കിയിട്ട് ബോൾ എടുത്ത് പോകുള്ളൂ. ആ ഇൻവെർട്ടർ കഴിഞ്ഞാവും. ആദ്യത്തെ ദിവസം ഇല്ല, അവർക്ക് മാന്യതയും പഠിപ്പിക്കാൻ മാത്രമേ അറിയൂ. മാന്യമായിട്ട് നമ്മളത് കോടതി അവസാനിപ്പിക്കുന്ന വിഷയമാണ്. ഇത് കോടതി വിഷയമാണ്. ഒരു സ്ത്രീയോ ഡോക്ടറാണ്. മാനദണ്ഡ ഒരു ഡോക്ടറാണ്. നീ ഇപ്പൊ നിന്റെ ആരാ? അതിനോട് സംസാരിക്കാൻ പറ്റാൻ ഈ ശരി സംസാരിക്കണ്ട. അത് ഇവിടെ കോടതി നടന്നുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പോ ഈ കോടതി നടക്കുന്നതിൽ ഈ കേസിൽ നിങ്ങൾ എന്താ കക്ഷി? നിങ്ങൾ കക്ഷിയാണോ? പിന്നെ നിങ്ങൾ എന്തിനാ സംസാരിക്കുന്നത്? നിങ്ങൾ സംസാരിക്കുന്നെങ്കിൽ അദ്ദേഹത്തിന് സംസാരിക്കാം. ഈ വഴി പഠിക്കണം. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ്
എവിടെ നിങ്ങൾക്ക് കണ്ടില്ലേ? കണ്ടോ? ഇതുപോലുള്ള ഒന്നോ രണ്ടോ അമ്മാവന്മാരോടുണ്ടെങ്കിൽ എന്താ സ്ഥിതി? ഐഷയ്ക്ക് നീതി കിട്ടണം, അവരുടെ മോൾക്കും ഒരു തർക്കവുമില്ല. അതിന് എന്തെങ്കിലും പഴുതുപയോഗിച്ച് ഈ പറഞ്ഞതുപോലെ അവരെ വഴിയാധാരമാക്കി കഥവും പൂട്ടി എല്ലാം പൂട്ടി അടുത്ത വഴിക്കങ്ങ് പോയി അവിടെ ചെന്ന് വേറെ സുന്ദരിയെ ആരെയെങ്കിലും, അല്ലെങ്കിൽ സൗന്ദര്യം ഉള്ളതോ ഇല്ലാത്തതായ ആരെയെങ്കിലും കെട്ടി ഈ സംഗതി പിന്നെ ചെയ്തു കൊടുക്കുന്നതിന് അത്തരം ഉത്തരവാദിത്തരഹിതമായ കാര്യങ്ങളിൽ ഇനി ഇതിനെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ കൂടി നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരണം, വേണ്ടി വന്നാൽ മഹല്ലുകളെ കൂടി. കാരണം ഇല്ലെങ്കിൽ അവരവിടെ അഫിഡവിറ്റ് കൊടുക്കണം കോടതിയിൽ, ഇതിൽ ന്യായം എന്താണ്, അവരുടെ ബോധ്യത്തിലുള്ളത് എന്താണെന്ന്. അല്ലാതെ ഇത് അവർക്കൊരു ബന്ധവുമില്ല, നാട്ടിലിങ്ങനെ കെട്ടിച്ചു കൊടുക്കും, അതിൻ്റെ ഫീസ് വാങ്ങും, എന്നിട്ട് അടിച്ചോട്ടെ നടന്നോട്ടെ, ഞങ്ങളാരും രംഗത്തില്ല എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്താൻ പാടില്ല. ഇതൊരു സമൂഹത്തിൻ്റെ കൂട്ടുത്തരവാദിത്തമാണ്. കുറഞ്ഞ പക്ഷം അതിലെ നീതിയെങ്കിലും പറയാൻ തയ്യാറാവണം.